Now we shall discuss about refund of tax. Collect tax refund situations are refund of tax. The concept of refund under GST relate to any amount returned by the government. Collect the amount government return the concept on refund of tax. Then that was any amount returned by the government that was paid by the registered taxpayer either in excess. കൊടുക്കേണ്ടതിനേക്കാളും കൂടുതൽ ടാക്സ് ടാക്സ് പെയർ പേ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ എമൗണ്ട് റീഫണ്ട് ചെയ്യണം. ഓർ വാസ് നോട്ട് ലയബിൾ ടു ബി ടാക്സ്. ഇനി ടാക്സ് ലയബിലിറ്റി ഇല്ലാത്ത ഒരാൾ ഗവൺമെന്റ് ടാക്സ് പേ ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ കളക്ട് ചെയ്തിരിക്കുന്ന ടാക്സും റീഫണ്ടബിൾ ആണ്. ഓൾറെഡി കളക്ട് ചെയ്തിരിക്കുന്ന ടാക്സ് ഗവൺമെന്റ് ടാക്സ് അടച്ച ആൾക്ക് റീഫണ്ട് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, റീഫണ്ട് ഓഫ് ടാക്സ്. ദെൻ സിറ്റുവേഷൻസ് വെയർ റീഫണ്ട് വുഡ് അറൈസ്. എപ്പോഴൊക്കെയാണ് റീഫണ്ട് ഓഫ് ടാക്സ് ഉണ്ടാകാവുന്നത്? ഇൻ ദി ടാക്സ് അഡ്മിനിസ്ട്രേഷൻ റീഫണ്ട് റെഫേഴ്സ് ടു എനി എമൗണ്ട് that is due to the taxpayer from the tax administration. ടാക്സ് അഡ്മിനിസ്ട്രേഷനിൽ നിന്നും ടാക്സ് പെയർക്ക് കിട്ടാവുന്ന ഒരു എമൗണ്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റീഫണ്ട് ഓഫ് ടാക്സ്. ടാക്സ് അതോറിറ്റീസ് ടാക്സ് പെയറിന് മടക്കി കൊടുക്കേണ്ട എമൗണ്ട് ഡ്യൂ. അപ്പം ഈ എമൗണ്ട് ഡ്യൂ ആണ്, കിട്ടാവുന്നതാണ്. ഈ എമൗണ്ട് എന്താ, അതോറിറ്റിയിൽ നിന്നും ടാക്സ് പെയർക്ക് കിട്ടാവുന്നതാണ്. അപ്പം എനി എമൗണ്ട് ദാറ്റ് ഈസ് ഡ്യൂ ടു ദി ടാക്സ് പെയർ ഫ്രം ദി ടാക്സ് അഡ്മിനിസ്ട്രേഷൻ, ടാക്സ് അഡ്മിനിസ്ട്രേഷനിൽ നിന്നും ടാക്സ് പെയർക്ക് കിട്ടാവുന്ന എമൗണ്ട് ആണ് റീഫണ്ട് ഓഫ് ടാക്സ്. ഇൻ ദി പ്രസന്റ് ടാക്സേഷൻ സിസ്റ്റം ഇറ്റ് ഈസ് കൺസിഡർ ആസ് സ്ട്രെയിൻഡ് ഏരിയ. ഇതെന്താ, ഒരു സ്ട്രെയിൻഡ് ഏരിയയാണ്. നിലവിലുള്ള ടാക്സേഷൻ സിസ്റ്റത്തിൽ എല്ലായ്പ്പോഴും ഒരു സ്ട്രെയിൻ റിലേഷൻ വരും, തർക്കങ്ങളുണ്ടാകും, കേസുകളുണ്ടാകും, ട്രിബ്യൂണൽസിന്റെ മുമ്പിൽ ചെല്ലും. ഒരു സ്ട്രെയിൻഡ് ഏരിയയാണ്, എല്ലായ്പ്പോഴും ഒരു തർക്കമുള്ള ഒരു പ്രധാനപ്പെട്ട ഏരിയയാണ് റീഫണ്ട് ഓഫ് ടാക്സ്. ദെൻ ഇതെന്താ, രണ്ട് കൂട്ടർക്കും സ്ട്രെയിൻഡ് ഏരിയ ഫോർ ദി ടാക്സ് പെയർ ആൻഡ് ഫോർ ദി ടാക്സ് അഡ്മിനിസ്ട്രേഷൻ. So in order to establish an effective and efficient tax administration system, it is essential that issues on which refund arises ought to be kept in minimum. എന്താ, ഒരു എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ടാക്സ് അഡ്മിനിസ്ട്രേഷൻ സിസ്റ്റം ഉണ്ടാകണമെങ്കിൽ ഇങ്ങനെയുള്ള എന്താ റീഫണ്ട് സിറ്റുവേഷൻസ് ഏറ്റവും ചുരുങ്ങിയ ലെവലിൽ സൂക്ഷിച്ചിരിക്കണം, അല്ലെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കണം. ആൻഡ് ഷുഡ് ബി ക്ലിയർ ആൻഡ് ബി ക്ലിയർലി ഡിഫൈൻഡ് ഇൻ ദി ലോ. എന്താ, റീഫണ്ട് ഉണ്ടാകുന്ന സിറ്റുവേഷൻസ് പരമാവധി മിനിമം ലെവലിൽ കീപ്പ് ചെയ്യണം. അതുപോലെ തന്നെ എപ്പോഴൊക്കെയാണ് റീഫണ്ട് സിറ്റുവേഷൻ ഉണ്ടാകാവുന്നത് നിയമപ്രകാരം, GST നിയമപ്രകാരം വ്യക്തമായിട്ടും ഡിഫൈൻ ചെയ്തിരിക്കണം. സിൻസ് GST is going to subsume many of the existing taxation. എന്താ, പല ടാക്സേഷൻ നിയമങ്ങളെയും GST നിലവിൽ വരുന്നതിന് മുമ്പുണ്ടായിരുന്ന പല ടാക്സേഷൻ നിയമങ്ങളെയും GST-യിൽ സബ്സ്യൂം ചെയ്യപ്പെട്ടു. GST വന്നതോടുകൂടി അവയൊന്നും ഇല്ലാതായി. Then since GST is going to subsume many of the existing taxation laws such as central excise duty, then service tax, VAT, then central sales tax or CST, etc. The situations under which refund arise under these laws are as follows. എന്തായി, GST നിലവിൽ വരുന്നതിന് മുമ്പുണ്ടായിരുന്ന നിയമങ്ങൾ പ്രകാരം, ടാക്സേഷൻ നിയമങ്ങൾ പ്രകാരം റീഫണ്ട് ഉണ്ടാകാവുന്ന ഒരു 8 സിറ്റുവേഷൻസ് ആണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ആ 8 സിറ്റുവേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, എക്സസ് പേയ്മെന്റ് ഓഫ് ടാക്സ് ഡ്യൂ ടു മിസ്റ്റേക്ക് ഓർ ഇൻഅഡ്വൻറ്ററൻസ്. അപ്പം കാൽക്കുലേഷനിൽ വന്നിരിക്കുന്ന മിസ്റ്റേക്ക് കൊണ്ടോ മറ്റേതെങ്കിലും മിസ്റ്റേക്ക് കൊണ്ടോ എക്സസ് ആയിട്ട് ടാക്സിന്റെ പേയ്മെന്റ് നടന്നിട്ടുണ്ട് എങ്കിൽ, അങ്ങനെ എക്സസ് ആയിട്ട് നടത്തിയിരിക്കുന്ന പേയ്മെന്റ് ആ എമൗണ്ട് റീഫണ്ട് ചെയ്യാനുള്ള പ്രൊവിഷൻസ് ഉണ്ട്. സെക്കൻഡ്ലി, എക്സ്പോർട്ട് ഇൻക്ലൂഡിംഗ് ഡീംഡ് എക്സ്പോർട്ട് ഓഫ് ഗുഡ്സ്, ദെൻ എക്സ്പോർട്ട് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് അണ്ടർ ക്ലെയിം ഓഫ് റിബേറ്റ് ഓർ റീഫണ്ട് ഓഫ് accumulated input credit of duty
ടാക്സ് വെൻ ഗുഡ്സ് ആൻഡ് സർവീസ് ആർ എക്സ്പോർട്ടഡ്. ഗുഡ്സോ സർവീസോ എക്സ്പോർട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ മേൽ കളക്ട് ചെയ്യപ്പെട്ടിരിക്കുന്ന ടാക്സിന് റീഫണ്ട് കിട്ടാനുള്ള എലിജിബിലിറ്റി ഉണ്ട്. ദെൻ ഫൈനലൈസേഷൻ ഓഫ് പ്രൊവിഷണൽ അസസ്മെന്റ്. എന്താ, പ്രൊവിഷണൽ അസസ്മെന്റ് പ്രകാരം കൂടുതൽ ടാക്സ് ചുമത്തിയിട്ടുണ്ടെങ്കിൽ ഫൈനലൈസേഷൻ ഓഫ് പ്രൊവിഷണൽ അസസ്മെന്റിൽ ഇങ്ങനെ എക്സസ് ആയിട്ട് ടാക്സ് ചുമത്തിയിട്ടുണ്ടെന്ന് കണ്ടെത്തുകയാണ് എങ്കിൽ അങ്ങനെ എക്സസ് ആയിട്ട് ചുമത്തിയിരിക്കുന്ന ആ ഒരു ടാക്സ് റീഫണ്ട് ചെയ്യപ്പെടാവുന്നതാണ്. Then next, refund of pre-deposit for filing appeal including refund arising in pursuance of appellate authority's order when the appeal is decided in favor of the appellant. എന്താ, ഒരു അപ്പലേറ്റ് അതോറിറ്റി ടാക്സിന്റെ അപ്പലേറ്റ് അതോറിറ്റിയുടെ ഓർഡർ പ്രകാരം ഓൾറെഡി ഒരു അപ്പലന്റ് കൂടുതൽ ടാക്സ് പേ ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾക്ക് റീഫണ്ടിന് അർഹതയുണ്ട്. ഒരു അപ്പലേറ്റ് അതോറിറ്റി ഓർഡർ ചെയ്യുകയാണ്, the appellant is eligible for refund of tax already collected. അങ്ങനെ വരികയാണെങ്കിൽ എന്താ, ആ അതോറിറ്റിയുടെ തീരുമാനപ്രകാരം ട്രിബ്യൂണലിന്റെ ഓർഡർ പ്രകാരം റീഫണ്ട് ചെയ്യപ്പെടേണ്ടി വരും. നെക്സ്റ്റ്, റീഫണ്ട് ഓഫ് ടാക്സ് പേയ്മെന്റ് ഓൺ പർച്ചേസസ് മെയ്ഡ് ബൈ എംബസീസ് ഓർ UN ബോഡീസ്. മറ്റ് രാജ്യങ്ങളുടെ എംബസികളോ UN ബോഡികളോ നടത്തുന്ന പർച്ചേസിന്റെ മേൽ ടാക്സ് കളക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ that has to be refunded. Next, credit accumulation due to output being tax exempt or nil rated. ഇപ്പം നമുക്കൊരു എക്സംപ്റ്റ് ടാക്സോ അല്ലെങ്കിൽ നിൽ റേറ്റഡോ ആയിട്ടിരിക്കുന്ന ഔട്ട്പുട്ടിന്റെ മേൽ ടാക്സ് കളക്ട് ഉണ്ടെങ്കിൽ അതിന്റെ മേൽ വന്നിരിക്കുന്ന ഇൻപുട്ട് ക്രെഡിറ്റ് അക്യൂമുലേഷൻ. ഇൻപുട്ട് ക്രെഡിറ്റ് അക്യൂമുലേഷൻ ഡ്യൂ ടു ഔട്ട്പുട്ട് ബീയിങ് ടാക്സ് exempt or nil rated. അപ്പം ഇൻപുട്ടിന്റെ മേൽ ടാക്സ് ഇൻപുട്ട് ITC ലഭിച്ചിട്ടുണ്ട്, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഇതിന്റെ മേലുള്ള ഔട്ട്പുട്ട് ടാക്സ് വന്നു കഴിയുമ്പോൾ അത് നിൽ റേറ്റഡ് ആണ്, എക്സംപ്റ്റഡ് ആണ് എങ്കിൽ അങ്ങനെ അക്യൂമുലേറ്റ് ചെയ്തിരിക്കുന്ന ആ ടാക്സ് അതും റീഫണ്ട് ചെയ്യപ്പെടാവുന്നതാണ്. കാരണം അവിടെ ഒരു ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റി ഉണ്ടാകുന്നില്ല. ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റി ഉണ്ടായിരുന്നെങ്കിൽ സെറ്റ് ഓഫ് ചെയ്യാൻ വിനിയോഗിക്കാമായിരുന്നു. ഔട്ട്പുട്ട് വന്നിരിക്കുന്നത് എന്താണ്, സപ്ലൈ വന്നിരിക്കുന്നതെല്ലാം ഒന്നെങ്കിൽ നിൽ റേറ്റഡ് സപ്ലൈ ആണ് അല്ലെങ്കിൽ എക്സംപ്റ്റഡ് സപ്ലൈ ആണ്. ഇങ്ങനെയുള്ള സപ്ലൈയുടെ മേൽ ഇയാൾ ഇത് വാങ്ങിയപ്പോൾ കളക്ട് ചെയ്തിരിക്കുന്ന ആ ടാക്സ് എന്താ, അത് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിങ്ങനെ അക്യൂമുലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് റീഫണ്ടബിൾ ആണ്. ദെൻ ഇൻപുട്ട് ക്രെഡിറ്റ് അക്യൂമുലേഷൻ ഡ്യൂ ടു ഇൻവേർട്ടഡ് ഡ്യൂട്ടി സ്ട്രക്ചർ. ഇൻവേർട്ടഡ് ഡ്യൂട്ടി സ്ട്രക്ചർ ഉണ്ട്. അപ്പോൾ എന്താ, പർച്ചേസ് ചെയ്യുന്ന അല്ലെങ്കിൽ പർച്ചേസിന്റെ മേലുള്ള ടാക്സ് റേറ്റും ഈ പർച്ചേസ് ചെയ്യുന്ന റോ മെറ്റീരിയൽസോ വസ്തുക്കളോ ഉപയോഗിച്ച് ഉൽപ്പാദിപ്പിക്കുന്ന ഫിനിഷ് ഗുഡ്സിന്റെ മേലുള്ള ടാക്സ് റേറ്റ് തമ്മിൽ വ്യത്യാസമുണ്ടെങ്കിൽ റോ മെറ്റീരിയൽ പർച്ചേസ് ചെയ്തപ്പോൾ 18% ടാക്സ് ആണ് കൊടുത്തത്. ഈ റോ മെറ്റീരിയൽസ് ഉപയോഗിച്ച് ഫിനിഷ് ഗുഡ്സ് ഉൽപ്പാദിപ്പിച്ച് അത് വിൽക്കുന്ന സമയത്ത് എന്താണ്, ഒരു 12% റേറ്റേ വരുന്നുള്ളെങ്കിൽ ഈ ഒരു ഡിഫറൻസിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇൻവേർട്ടഡ് ടാക്സ് റേറ്റ്. അപ്പോൾ അതിന്റെ മേലും റീഫണ്ടബിൾ ആണ്. സോ ക്രെഡിറ്റ് അക്യൂമുലേഷൻ ഡ്യൂ ടു ഇൻവേർട്ടഡ് ഡ്യൂട്ടി സ്ട്രക്ചർ, ദാറ്റ് ഈസ് ഡ്യൂ ടു ടാക്സ് റേറ്റ് ഡിഫറൻഷ്യൽ ബിറ്റ്വീൻ ഔട്ട്പുട്ട് ആൻഡ് ഇൻപുട്സ്. എന്താ, ഔട്ട്പുട്ട് കുറവും ഇൻപുട്ട് ടാക്സ് കൂടുതലുമാണ് എങ്കിൽ ഇതുകൊണ്ടുണ്ടാകുന്ന ഒരു അക്യൂമുലേഷൻ, ക്രെഡിറ്റ് അക്യൂമുലേഷൻ. ദെൻ ടാക്സ് റീഫണ്ട് ഫോർ ഇന്റർനാഷണൽ ടൂറിസ്റ്റ്. ഇന്റർനാഷണൽ ടൂറിസ്റ്റിന് അവർ പേ ചെയ്യുന്ന ടാക്സ് റീഫണ്ടബിൾ ആണ്. ഈ പറഞ്ഞിരിക്കുന്ന സാഹചര്യങ്ങളിൽ എന്താണ്, നിലവിലുള്ള നിയമപ്രകാരം GST നിലവിൽ വരുന്നതിന് മുമ്പുണ്ടായിരുന്ന നിയമപ്രകാരം ഈ പറയുന്ന സാഹചര്യങ്ങളിലെല്ലാം സിറ്റുവേഷൻസിലെല്ലാം ടാക്സ് കളക്ട് ചെയ്തിട്ട് റീഫണ്ടബിൾ ആയിരിക്കുന്നു. ഈ സിറ്റുവേഷൻസ് ഇപ്പോൾ GST നിയമപ്രകാരവും ഒരേപോലെ ആപ്ലിക്കബിലിറ്റി ഉണ്ട്. ഈ പറഞ്ഞിരിക്കുന്ന സാഹചര്യങ്ങളിൽ ഈ സിറ്റുവേഷൻസിലെല്ലാം തന്നെ ഈ പറഞ്ഞിരിക്കുന്ന 8 സിറ്റുവേഷൻസിൽ ഫണ്ട് അല്ലെങ്കിൽ കളക്ട് ചെയ്തിരിക്കുന്ന ടാക്സ് റീഫണ്ടബിൾ ആണ്. ദെൻ റീഫണ്ട് ഓഫ് ടാക്സ് ഇൻട്രസ്റ്റ് ആൻഡ് പ്രൊസീജിയർ സെക്ഷൻ 54. റീഫണ്ട് ഓഫ് ടാക്സ്, അപ്പം കളക്ട് ചെയ്തിരിക്കുന്ന ടാക്സിന്റെ റീഫണ്ടും ഇങ്ങനെയുള്ള കളക്ട് ടാക്സിന്റെ മേലുള്ള ഇൻട്രസ്റ്റും ഇനി കൃത്യസമയത്ത് തന്നെ റീഫണ്ടിങ് ഉണ്ടാകുന്നില്ല എങ്കിൽ ഇൻട്രസ്റ്റ് ഉൾപ്പെടെ റീഫണ്ട് ചെയ്യേണ്ടി വരും, കൊടുക്കേണ്ടി വരും. ഇങ്ങനെ റീഫണ്ട് ഓഫ് ടാക്സ് ആൻഡ് ഇൻട്രസ്റ്റ് ഇത് തന്നിരിക്കുന്നത് എന്താ, സെക്ഷൻ 54 ഓഫ് ദി
CGST Act 2017 റീഫണ്ടുമായിട്ട് ബന്ധപ്പെട്ട പ്രൊവിഷൻസ് കൊടുത്തിട്ടുണ്ട് സെക്ഷൻ 54-ൽ. നമുക്ക് ആ സെക്ഷൻ ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. Then as per section 54, a person claiming refund of any tax and interest may make an application before the expiry of 2 years from the relevant date in such form. എന്താ 2 വർഷത്തിനുള്ളിൽ ആപ്ലിക്കേഷൻ കൊടുത്തിരിക്കണം for any refund claim. Then 2, the application shall be accompanied by, റീഫണ്ട് ആപ്ലിക്കേഷൻ കൊടുക്കുകയാണെങ്കിൽ അത് ആ കൺസേൺഡ് ഡേറ്റ് തൊട്ട് 2 വർഷത്തിനുള്ളിൽ കൊടുത്തിരിക്കണം. ഇനി അങ്ങനെ കൊടുക്കുന്ന ഒരു ആപ്ലിക്കേഷൻ ഷുഡ് ബി അക്കംപനീഡ് ബൈ സച്ച് ഡോക്യുമെന്ററി എവിഡൻസ്, രേഖാമൂലമായ തെളിവുകൾ ഉൾപ്പെടെ വേണം കൊടുക്കാനായിട്ട്. ആസ് മേ ബി പ്രിസ്ക്രൈബ് ടു എസ്റ്റാബ്ലിഷ് ദാറ്റ് റീഫണ്ട് ഈസ് ഡ്യൂ ടു ദി ആപ്ലിക്കന്റ്. ആപ്ലിക്കന്റിന് ഒരു റീഫണ്ടിന് എലിജിബിലിറ്റി ഉണ്ട് എന്ന് തെളിയിക്കുന്ന റെക്കോർഡിക്കൽ എവിഡൻസും കൂടി അറ്റാച്ച് ചെയ്തിരിക്കണം. അതാണ് നമുക്ക് ഡോക്യുമെന്ററി എവിഡൻസ് ഓർ റെക്കോർഡിക്കൽ എവിഡൻസ്. ആ കൊടുക്കുന്ന ആപ്ലിക്കേഷനോട് കൂടി തന്നെ എലിജിബിലിറ്റി പ്രൂവ് ചെയ്യുന്ന റെക്കോർഡിക്കൽ എവിഡൻസും കൂടി അറ്റാച്ച് ചെയ്തിരിക്കണം. ആൻഡ് ബി സച്ച് ഡോക്യുമെന്ററി ഓർ അതർ എവിഡൻസ്. ഇപ്പം ദി എമൗണ്ട് ക്ലെയിംഡ്, ഇപ്പം 2 കാര്യങ്ങളാണ്. എന്തെങ്കിലും ഡോക്യുമെന്ററികളോ മറ്റ് എവിഡൻസുകളോ അറ്റാച്ച് ചെയ്തിരിക്കണം. If the amount claimed as refund is less than 2 lakh rupees, ഇനി റീഫണ്ട് ആയിട്ട് ക്ലെയിം ചെയ്യുന്ന എമൗണ്ട് 2 ലക്ഷത്തിൽ താഴെയാണ് എങ്കിൽ it shall not be necessary for the applicant to furnish any documentary evidence. ഇനി റീഫണ്ട് ക്ലെയിം ചെയ്തൊരു ആപ്ലിക്കേഷൻ കൊടുക്കുന്നു, അങ്ങനെ ക്ലെയിം ചെയ്തിരിക്കുന്ന എമൗണ്ട് 2 ലക്ഷം രൂപയിൽ താഴെയാണ് എങ്കിൽ ആ ആപ്ലിക്കേഷനോട് കൂടി ഡോക്യുമെന്ററി എവിഡൻസ് അറ്റാച്ച് ചെയ്യേണ്ട കാര്യമില്ല. ബട്ട് ഹി മേ ഫയൽ എ ഡിക്ലറേഷൻ. അതിന് പകരമായിട്ട് എന്താ, ദി ആപ്ലിക്കന്റ് ഷുഡ് ഫയൽ എ ഡിക്ലറേഷൻ ബേസ്ഡ് ഓൺ ദി ഡോക്യുമെന്ററി എവിഡൻസ്. ആപ്ലിക്കന്റിന്റെ കൈവശമുള്ള ഡോക്യുമെന്ററി എവിഡൻസിനെ ബേസ് ചെയ്ത് ഒരു ഡിക്ലറേഷൻ ഫയൽ ചെയ്താൽ മതി. ഇഫ് ദി റീഫണ്ട് ക്ലെയിം ഈസ് ലെസ് ദാൻ 2 lakhs, റീഫണ്ട് ക്ലെയിം കൊടുത്തിരിക്കുന്നത് 2 ലക്ഷത്തിൽ താഴെ വരുന്ന എമൗണ്ടിനാണെങ്കിൽ ആ റീഫണ്ട് ക്ലെയിം ആപ്ലിക്കേഷന് കൂടി ഡോക്യുമെന്ററി എവിഡൻസ് ഫയൽ ചെയ്യേണ്ട കാര്യമില്ല. ഒരു സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ഒരു ഡിക്ലറേഷൻ ഫയൽ ചെയ്താൽ മതി. ഈ ഡിക്ലറേഷൻ എന്താ, ആപ്ലിക്കന്റിന്റെ കൈവശമുള്ള ഡോക്യുമെന്ററി എവിഡൻസിനെ ബേസ് ചെയ്തായിരിക്കണം. നമ്പർ 3, ആഫ്റ്റർ റിസീവിംഗ് ദി ആപ്ലിക്കേഷൻ, ഇതിന്റെ ആ ഒരു പ്രൊസീജിയറാണ് പറഞ്ഞിരിക്കുന്നത്, ഒരു റീഫണ്ട് പ്രൊസീജിയറാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യം പറഞ്ഞിരിക്കുന്നത് എന്താ, 2 വർഷത്തിനുള്ളിൽ ആപ്ലിക്കേഷൻ കൊടുക്കണം, ആപ്ലിക്കേഷന്റെ കൂടെ ഡോക്യുമെന്ററി എവിഡൻസ് കൂടി അറ്റാച്ച് ചെയ്തിരിക്കണം. 2 ലക്ഷം രൂപയിൽ താഴെയുള്ള ക്ലെയിം ആണെങ്കിൽ ഡോക്യുമെന്ററി എവിഡൻസ് അറ്റാച്ച് ചെയ്യുന്നതിന് പകരമായിട്ട് എന്താ, ഒരു ഡിക്ലറേഷൻ ബേസ്ഡ് ഓൺ ദി ഡോക്യുമെന്ററി എവിഡൻസ് അറ്റാച്ച് ചെയ്യുക. Then the third provision, after receiving the application, if the proper officer is satisfied that the whole or part of the amount claimed is refundable, ഇങ്ങനെ ഒരു ആപ്ലിക്കേഷൻ റിസീവ് ചെയ്തതിനു ശേഷം കൺസേൺഡ് ആയിട്ടുള്ള ഇതുമായിട്ട് ബന്ധപ്പെട്ട അധികാരമുള്ള ഒരു ഓഫീസർക്ക് ഇത് പൂർണ്ണമായിട്ടോ ഭാഗികമായിട്ടോ റീഫണ്ടബിൾ ആണ് എന്നുറപ്പായി കഴിഞ്ഞാൽ he may make an order accordingly as per the act. അപ്പം ആ കൺസേൺഡ് ഓഫീസർ റീഫണ്ട് ഓർഡർ ഇഷ്യൂ ചെയ്യും GST ആക്ട് പ്രകാരം. Then 4, the proper officer shall issue an order as per the provisions within 60 days from the date of receipt of application. ഒരു റീഫണ്ട് ആപ്ലിക്കേഷൻ കിട്ടിക്കഴിഞ്ഞാൽ the concerned officer should issue an order within 60 days of the receipt of the application. റീഫണ്ട് ആപ്ലിക്കേഷൻ കിട്ടിയാൽ 60 ദിവസത്തിനകം ഒന്നെങ്കിൽ റീഫണ്ട് ഓർഡർ കൊടുക്കണം, അല്ലെങ്കിൽ ആ ആപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്യണം. 60 ദിവസത്തിനുള്ളിൽ ഈ കാര്യത്തിൽ ഒരു തീരുമാനത്തിലെത്തിയിരിക്കണം. Then 5, the refundable amount shall, instead of being credited to the fund, നോർമലി എന്താണ് ഈ റീഫണ്ടബിൾ എമൗണ്ട് ക്രെഡിറ്റ് ചെയ്യുക ചെയ്യുന്നത്, be paid to the applicant if such amount is relatable to. ഇനി എല്ലാ കാര്യങ്ങളിലും എല്ലായ്പ്പോഴും ഈ എമൗണ്ട് ക്രെഡിറ്റ് ചെയ്യേണ്ട കാര്യമില്ല, അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യുകയല്ല. ചില സാഹചര്യങ്ങൾ എന്താണ്, if such amount is relatable to a refund of tax paid on 0 rated supplies of goods and or services. അപ്പം 0 rated
refund of tax paid on zero rated supplies of goods and or services. അപ്പോൾ സീറോ റേറ്റഡ് സപ്ലൈസ് ഓഫ് ഗുഡ്സിൻ്റെയോ സർവീസിൻ്റെയോ മേൽ പേ ചെയ്തിരിക്കുന്ന ടാക്സ് ആണ് റീഫണ്ട് ചെയ്യുന്നതെങ്കിൽ that can be directly paid to the applicant instead of crediting that to the account, അല്ലെങ്കിൽ instead of crediting that to the fund. Second, refund of unutilized input tax credit. Unutilized input tax credit ആണെങ്കിൽ അത് ഫണ്ടിൽ ക്രെഡിറ്റ് ചെയ്യേണ്ട, that can be paid directly to the applicant. Then 3, refund of tax paid on a supply which is not provided either wholly or partially. കൊടുക്കാത്ത സപ്ലൈയുടെ മേൽ അല്ലെങ്കിൽ നടക്കാത്ത ഒരു സപ്ലൈയുടെ മേലാണ് ടാക്സ് പേ ചെയ്തിരിക്കുന്നതെങ്കിൽ അതിൻ്റെ മേൽ വരുന്ന റീഫണ്ട്, ആൻഡ് ഫോർ വിച്ച് ഇൻവോയ്സ് ഹാസ് നോട്ട് ബീൻ ഇഷ്യൂ, സപ്ലൈ നടന്നിട്ടില്ല, ഇൻവോയ്സും ഇഷ്യൂ ചെയ്തിട്ടില്ല, പക്ഷേ ടാക്സ് പേ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മേൽ വരുന്ന റീഫണ്ടുകൾ that can be directly paid to the applicant. Then D, refund of tax in pursuance of section 77. നമ്മൾ പറഞ്ഞിരിക്കുന്ന ഒരു അഞ്ചാമത്തെ സിറ്റുവേഷൻ ആണ് റീഫണ്ട് ഓഫ് ടാക്സ് ഇൻ പർഷ്യൂൻസ് ഓഫ് സെക്ഷൻ 77. സെക്ഷൻ 77 അനുബന്ധമായിട്ട്, ദാറ്റ് ഈസ് ടാക്സ് wrongfully collected and paid to the central government or state government. സെക്ഷൻ 77 പറയുന്നത് ടാക്സ് wrongfully collected and paid to the central government or state government. അപ്പം തെറ്റായ രീതിയിൽ അല്ലെങ്കിൽ തെറ്റായ ഒരു കാൽക്കുലേഷൻസിൻ്റെയോ അസംഷൻ്റെയോ മേലാണ് ടാക്സ് കളക്ട് ചെയ്തിരിക്കുന്നതെങ്കിൽ അതെന്താണ്? റീഫണ്ട് ഓഫ് ടാക്സ് ഇൻ പർഷ്യൂൻസ് ഓഫ് സെക്ഷൻ 77. ദാറ്റ് ഓൾസോ ക്യാൻ ബി പെയ്ഡ് ഡയറക്ട്ലി ടു ദി ആപ്ലിക്കന്റ് ഇൻസ്റ്റെഡ് ഓഫ് ക്രെഡിറ്റിംഗ് ദാറ്റ് ടു ദി ഫണ്ട്. Then the tax or any other amount paid by the applicant if he had not passed on the incidence of such tax and interest to any other person. ഇതെല്ലാം അഞ്ചാമത്തെ പോയിന്റിന്റെ കീഴിൽ വരുന്നതാണ്. The refundable amount shall, instead of being credited to the fund, be paid to the applicant. ഇപ്പോൾ ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് റീഫണ്ടബിൾ എമൗണ്ട് ഫണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യുന്നതിന് പകരമായിട്ട് ആപ്ലിക്കന്റിന് നേരിട്ട് പേയ്മെന്റ് കൊടുക്കാവുന്നത്, ആപ്ലിക്കന്റിന് നേരിട്ട് പണമായിട്ട് റിസീവ് ചെയ്യാവുന്നത്, പേ ടു ദി ആപ്ലിക്കന്റ്, അത് പറഞ്ഞിരിക്കുന്ന 5 സിറ്റുവേഷൻസ് പറഞ്ഞിട്ടുണ്ട്. Then the 6th point, the procedure of refund ആണ് 6th point. Where any refund is due to a registered person who has defaulted in furnishing any return, who is required to pay any tax, interest or penalty. അപ്പം റീഫണ്ട് ഡ്യൂ ആയിരിക്കുന്ന വ്യക്തി സബ്സിക്വൻ്റ് ആയിട്ട് കൊടുക്കേണ്ട അല്ലെങ്കിൽ സബ്സിക്വൻ്റ് ആയിട്ട് ഫർണിഷ് ചെയ്യേണ്ട റിട്ടേണോ അല്ലെങ്കിൽ പേ ചെയ്യേണ്ട ടാക്സോ പേയ്മെന്റ് നടത്തിയിട്ടില്ല എങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻട്രസ്റ്റിന്റെ പേയ്മെന്റ് നടത്തിയിട്ടില്ല എങ്കിൽ, പെനാലിറ്റിയുടെ പേയ്മെന്റിൽ ഡീഫോൾട്ട് വരുത്തിയിട്ടുണ്ടെങ്കിൽ, ഇനി വിച്ച് ഹാസ് നോട്ട് ബീൻ സ്റ്റേഡ് ബൈ എനി കോർട്ട്, ഇങ്ങനെ കൊടുക്കേണ്ട ആ എമൗണ്ട് ഒരു കോർട്ടും സ്റ്റേ ചെയ്തിട്ടില്ല, ഇപ്പം ലയബിൾ ടു പേ, ലയബിലിറ്റി ഉണ്ട്, ടാക്സോ പെനാലിറ്റിയോ ഇൻട്രസ്റ്റോ ഒക്കെ പേ ചെയ്യാനുള്ള ലയബിലിറ്റി ഉണ്ട്. വിച്ച് ഹാസ് നോട്ട് ബീൻ സ്റ്റേഡ് ബൈ എനി കോർട്ട്, ട്രിബ്യൂണൽ ഓർ അപ്പലേറ്റ് അതോറിറ്റി ബൈ സ്പെസിഫൈഡ് ഡേറ്റ്, ആ നിശ്ചിത ഡേറ്റിനുള്ളിൽ ഇതിന് സ്റ്റേ കിട്ടുന്നില്ല എങ്കിൽ ദി പ്രോപ്പർ ഓഫീസർ മേ, ഇപ്പോൾ റീഫണ്ടിന് എലിജിബിലിറ്റി ഉണ്ട്, പക്ഷേ റീഫണ്ടിന് എലിജിബിലിറ്റി ഉള്ള ആ ഒരു ടാക്സബിൾ പേഴ്സൺ പിന്നീട് ഡീഫോൾട്ട് വരുത്തിയിട്ടുണ്ട് ഇൻ സബ്സിക്വന്റ് പേയ്മെന്റ് ഓഫ് ടാക്സ്, ഇൻട്രസ്റ്റ്, പെനാലിറ്റി ഓർ എനി അതർ എമൗണ്ട്, ഡീഫോൾട്ട് വരുത്തിയിട്ടുണ്ട്, പക്ഷെ ഈ വരുത്തിയിരിക്കുന്ന പേയ്മെന്റിന്റെ മേൽ ഒരു സ്റ്റേ ഇയാൾ സമ്പാദിച്ചിട്ടില്ല എങ്കിൽ concerned authority or the proper officer may withhold payment. ഇങ്ങനെ ഒരു സാഹചര്യമാണെങ്കിൽ എന്താ? The concerned authority or proper officer may withhold payment of refund. എന്താ? അങ്ങനെയാ റീഫണ്ട് വിത്ത്ഹെൽഡ് ചെയ്യാനുള്ള അല്ലെങ്കിൽ തടഞ്ഞു വയ്ക്കാനുള്ള റൈറ്റ് ഉണ്ട് until the said person has furnished the return or paid the tax, interest or penalty as the case may be. അപ്പോൾ കൺസേൺ പേഴ്സൺ റിട്ടേൺ ഫയൽ ചെയ്യുന്നത് വരെയോ ഇനി ഡ്യൂ ആയിരിക്കുന്ന ടാക്സും ഇൻട്രസ്റ്റും പെനാലിറ്റിയും ഒക്കെ പേ ചെയ്യുന്നത് വരെയോ റീഫണ്ട് വിത്ത്ഹെൽഡ് ചെയ്യാനുള്ള ഒരു റൈറ്റ് കൺസേൺ അതോറിറ്റിക്ക് ഉണ്ടായിട്ട് അല്ലെങ്കിൽ പ്രോപ്പർ ഓഫീസർക്കുണ്ട്. ദെൻ ഇത് 6ാമത്തെ പോയിന്റിൽ നമുക്ക് വന്നിരിക്കുന്നതാണ് ദി പ്രോപ്പർ ഓഫീസർ മേ. അപ്പം ഇങ്ങനെ ഒരു റീഫണ്ട് അർഹതയുള്ള ഒരു ടാക്സബിൾ പേഴ്സൺ അതിനുശേഷം എന്തെങ്കിലും ഡീഫോൾട്ട് വരുത്തിയിട്ടുണ്ട് എങ്കിൽ
ഈ വരുത്തിയ ഡീഫോൾട്ടിന്റെ മേൽ ഒരു കൺസേൺഡ് അതോറിറ്റിയിൽ നിന്ന് ഒരു സ്റ്റേ കിട്ടിയിട്ടില്ല എങ്കിൽ ഈ കൺസേൺഡ് ഓഫീസർമേ, അപ്പം അതിൻ്റെ ആ കൺസേൺഡ് അതോറിറ്റി ഉള്ള ആൾക്ക് ആദ്യം എന്താ, ഹി ക്യാൻ വിത്ത്ഹെൽഡ് ദി പേയ്മെന്റ് ഓർ ഡിഡക്ട് ഫ്രം ദി റീഫണ്ട് ഡ്യൂ. ഇനി എന്താ രണ്ടാമത് പറഞ്ഞിരിക്കുന്നത്, ഇത് വിത്ത്ഹെൽഡ് ചെയ്യുകയല്ല, തടഞ്ഞു വെക്കുകയല്ല, ഇങ്ങനെ കിട്ടാനുള്ള എമൗണ്ട് റീഫണ്ട് ആയിട്ട് കൊടുക്കാനുള്ള ആ എമൗണ്ടിൽ നിന്ന് കുറയ്ക്കാനുള്ള റൈറ്റ് ഉണ്ട്. ഡിഡക്ട് ഫ്രം ദി റീഫണ്ട് ഡ്യൂ any tax, interest, penalty, fee or any other amount which the taxable person is liable to pay but which remains unpaid under this act or under the existing law. GST ആക്ട് പ്രകാരം അല്ലെങ്കിൽ നിലവിലുള്ള മറ്റേതെങ്കിലും നിയമപ്രകാരമോ എമൗണ്ട് കൊടുക്കാനുണ്ടെങ്കിൽ ആ കൊടുക്കാനുള്ള എമൗണ്ട് ടാക്സ് ആയിട്ടോ പെനാലിറ്റി ആയിട്ടോ ഇൻട്രസ്റ്റ് ആയിട്ടോ ഈ രജിസ്റ്റേർഡ് പേഴ്സൺ എന്തെങ്കിലും അതിൻ്റെ അകത്ത് എന്തെങ്കിലും ഡീഫോൾട്ട് വരുത്തിയിട്ടുണ്ടെങ്കിൽ ആ എമൗണ്ട് റീഫണ്ട് ആയിട്ട് കൊടുക്കാനുള്ള ആ എമൗണ്ടിൽ നിന്ന് കുറയ്ക്കാനുള്ള റൈറ്റ് ഉണ്ട്. ഒന്നെങ്കിൽ ദി കൺസേൺഡ് ഓഫീസർ ഹി ക്യാൻ വിത്ത്ഹെൽഡ് ദി പേയ്മെന്റ്, വിത്ത്ഹെൽഡ് ദി റീഫണ്ട്, ഓർ ഹി ക്യാൻ ഡിഡക്ട് ദി എമൗണ്ട് ഡ്യൂ ഫ്രം ദി റീഫണ്ടഡ് എമൗണ്ട്. Then where the refund is withheld as mentioned above, the taxable person shall be entitled to interest. ഇനി ഇങ്ങനെ ഒരു റീഫണ്ട് ചെയ്യേണ്ട എമൗണ്ട് വിത്ത്ഹെൽഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ the taxable person shall be entitled to interest at such rate not exceeding 6% as may be notified by the GST Council. അപ്പം ആ ടാക്സബിൾ പേഴ്സൺ അനുകൂലമായിട്ടൊരു ഡിസിഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് എന്താണ് 6% ഇൻട്രസ്റ്റ് കിട്ടാനുള്ള റൈറ്റ് ഉണ്ട് ഓൺ ദി എമൗണ്ട് വിത്ത്ഹെൽഡ് ബൈ ദി പ്രോപ്പർ ഓഫീസർ. Then the amount of advance tax deposited by a casual taxable person or a non-resident taxable person shall not be refunded unless such person has furnished all the returns as per the provisions of the act. ഒരു കാഷ്വൽ ടാക്സബിൾ പേഴ്സണോ അല്ലെങ്കിൽ നോൺ റെസിഡന്റ് ടാക്സബിൾ പേഴ്സണോ ആണെങ്കിൽ ആ വ്യക്തി ആവശ്യമായിരിക്കുന്ന എല്ലാ റിട്ടേൺസും ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ റീഫണ്ടിന് എലിജിബിലിറ്റി ഉണ്ടാവുകയുള്ളൂ. Then the 9th point is no refund shall be paid to an applicant if the amount is less than 1000 rupees. ഇങ്ങനെ റീഫണ്ട് കിട്ടേണ്ട എമൗണ്ട് 1000 രൂപയിൽ താഴെയാണെങ്കിൽ ഒരു സാഹചര്യത്തിലും റീഫണ്ട് അലോ ചെയ്യുന്നതല്ല. ഈ പോയിന്റുകളാണ് റീഫണ്ട് ഓഫ് ടാക്സും അതിൻ്റെ ഇൻട്രസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട്, അതുപോലെ റീഫണ്ട് ഓഫ് ടാക്സും refund of tax and interest and its procedure. Rule 54 പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണിത്. Then അടുത്ത section 55 of the CGST Act 2017 relating to refund of tax in certain cases. ഈ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ചില പ്രത്യേക കേസുകളിലുള്ള റീഫണ്ടുമായിട്ടുള്ള ചില പ്രൊവിഷൻസ് സെക്ഷൻ 55 കൊടുത്തിട്ടുണ്ട്. സെക്ഷൻ 55 of the CGST Act 2017 relating to refund of tax in certain cases. The government on the recommendations of the council here means GST Council, specify any specialized agency of the United Nations organization or any multilateral financial institution or organization notified under the United Nations. Then privileges and immunities അത് പ്രകാരം സ്പെഷ്യലായിട്ട് എന്താ നോട്ടിഫൈ ചെയ്തിട്ടുണ്ട്, നോട്ടിഫൈഡ് ബൈ യുണൈറ്റഡ് നേഷൻസ്. അപ്പം യുണൈറ്റഡ് നേഷൻസ് ആക്ടിന്റെ കീഴിൽ 1947 യുണൈറ്റഡ് നേഷൻസ് ആക്ടിന്റെ കീഴിൽ നോട്ടിഫൈ ചെയ്യപ്പെട്ടിരിക്കുന്ന മൾട്ടിലാറ്ററൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് ഓർഗനൈസേഷൻസ്, കോൺസുലേറ്റ് ഓർ ഫോറിൻ എംബസി കൺട്രീസ്, ഫോറിൻ എംബസി ഓഫ് ഫോറിൻ കൺട്രീസ് അല്ലെങ്കിൽ എംബസി ഓഫ് ഫോറിൻ കൺട്രീസ് ആൻഡ് എനി അതർ പേഴ്സൺ ഓർ ക്ലാസ് ഓഫ് പേഴ്സൺസ് as may be specified in this behalf, who shall subject to such conditions and restrictions may be prescribed, be entitled to claim refund of tax paid on the notified supplies of goods and or services or both received by them. The section 55 ൽ പറഞ്ഞിരിക്കുന്നതാണ്. ഇത് പ്രധാനമായിട്ടും എന്താണ്, യുണൈറ്റഡ് നേഷൻസിൻ്റെയും അതിൻ്റെ അനുബന്ധമായ ഏജൻസികളുടെയും ഫോറിൻ എംബസികളുടെയും ഒക്കെ ട്രാൻസാക്ഷൻസിൻ്റെ മേൽ ഉള്ള റീഫണ്ടിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ്. ഇങ്ങനെയുള്ള ഏജൻസികളൊക്കെ ടാക്സ് പേ ചെയ്തിട്ടുണ്ടെങ്കിൽ
such amount is refundable under section 55 of the CGST Act 2017. Then section 56 ൽ പറഞ്ഞിരിക്കുന്നത്, if section 56 of the CGST Act 2017 relating to interest on delayed refunds, ഇനി ഡിലേഡ് റീഫണ്ട്സിന്റെ മേൽ ഇൻട്രസ്റ്റിനെ കുറിച്ചുള്ള കാര്യങ്ങൾ അത് കൊടുത്തിരിക്കുന്ന എവിടെയാണ്? സെക്ഷൻ 56ലാണ്. If any tax ordered to be refunded to any applicant is not refunded within 60 days from the date of receipt of application, ഇനി ഒരു റീഫണ്ട് ഓർഡർ ആയി, ഇങ്ങനെ റീഫണ്ട് ഓർഡർ ആയി കഴിഞ്ഞ് ആപ്ലിക്കേഷൻ കിട്ടി, റീഫണ്ട് ആപ്ലിക്കേഷൻ കിട്ടി, 60 ദിവസത്തിനുള്ളിൽ ഈ എമൗണ്ട് റീഫണ്ട് ചെയ്യുന്നില്ല എങ്കിൽ interest at the rate, such rate not exceeding 6% shall be payable in respect of such refund from the date immediately after the expiry of 60 days. അങ്ങനെ ഒരു ആപ്ലിക്കേഷൻ കിട്ടി ഓർഡർ ഉണ്ടായി കഴിഞ്ഞാൽ 60 ദിവസത്തിനകം റീഫണ്ട് ചെയ്തിരിക്കണമെന്നാണ്. ഇനി ഈ 60 ദിവസം റീഫണ്ട് ചെയ്യുന്നില്ല എങ്കിൽ ഈ 60 ദിവസം കഴിഞ്ഞ് വരുന്ന ദിവസങ്ങൾക്ക് എന്നാണ് ആക്ച്വൽ റീഫണ്ട് നടക്കുന്നത് അതുവരെയുള്ള കാലാവധിയിലേക്കുള്ള ഡേയ്സിന് 6% കുറയാതെ ഒരു ഇൻട്രസ്റ്റ് എലിജിബിലിറ്റി ഉണ്ട്. or as may be notified by the council. Then അടുത്ത GST rule 95. GST rule 95 എന്താ? റീഫണ്ട് ഓഫ് ടാക്സ് ടു certain persons. ചില പ്രത്യേക വ്യക്തികൾക്കായിട്ടുള്ള റീഫണ്ടിനെ കുറിച്ചുള്ള റൂൾസ് ആണ് പറഞ്ഞിരിക്കുന്നത്. GST rule 95 ആണ്. Any person eligible to claim refund of tax paid by him on his inward supply shall apply for refund in form GST refund 10. അപ്പോൾ ആർക്കെങ്കിലും റീഫണ്ടിന് എലിജിബിലിറ്റി ഉണ്ടെങ്കിൽ അവര് ഫോം GST റീഫണ്ട് 10ൽ അപ്ലൈ ചെയ്തിരിക്കണം. വൺസ് ഇൻ എവറി ക്വാർട്ടർ, അപ്പോൾ എന്താ, ഓരോ 4 മാസത്തിനിടയിലും ഇഷ്യൂ ചെയ്തിരിക്കണം, ഒരു ആപ്ലിക്കേഷൻ കൊടുത്തിരിക്കണം. ഇലക്ട്രോണിക്കലി ഓൺ ദി കോമൺ പോർട്ടൽ, അതർവൈസ് either directly or through the facilitation center notified by the commissioner along the state supplies of goods or services or both in form GST return 11. GST return 11ൽ അവരെ ആപ്ലിക്കേഷൻ കൊടുത്തിരിക്കണം എന്നുള്ളതാണ്. Then രണ്ടാമത് പറഞ്ഞിരിക്കുന്നത്, an acknowledgement of the receipt of the application for refund shall be issued in form GST refund 02. ഒരു ആപ്ലിക്കേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അതിനൊരു അക്നോളജ്മെന്റ് GST റീഫണ്ട് ഫോം 2ൽ കൊടുത്തിരിക്കണം, ആപ്ലിക്കന്റിന് കൊടുത്തിരിക്കണം. Then 3, the refund of the tax paid to the applicant shall be available. എന്താ, ഇങ്ങനെ ഒരു ആപ്ലിക്കന്റ് പേ ചെയ്തിരിക്കുന്ന ടാക്സിന് റീഫണ്ട് അവൈലബിലിറ്റി വരും if the inward supplies of goods or services or both are received from a registered person against tax invoice. ഇപ്പം റീഫണ്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ഇൻവേർഡ് സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസസ് ഓർ ബോത്ത് ഷുഡ് ബി റിസീവ്ഡ് ഫ്രം എ രജിസ്റ്റേർഡ് പേഴ്സൺ എഗൻസ്റ്റ് എ ടാക്സ് ഇൻവോയ്സ്. അപ്പോൾ ഒരു രജിസ്റ്റേർഡ് പേഴ്സണിൽ നിന്നും ഒരു ടാക്സ് ഇൻവോയ്സ് പ്രകാരം റിസീവ് ചെയ്തിരിക്കുന്ന ഗുഡ്സിൻ്റെയോ സർവീസിൻ്റെയോ മേൽ പേ ചെയ്തിരിക്കുന്ന ടാക്സിന് മാത്രമേ റീഫണ്ട് ക്ലെയിം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. Then the name and goods and service tax identification number or unique identification number of the applicant is mentioned in the tax invoice. രണ്ടാമത്തെ കണ്ടീഷനാണ്, റീഫണ്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ റീഫണ്ട് ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ രണ്ടാമത് റീഫണ്ട് ഒരു എലിജിബിലിറ്റി ഉണ്ടാകണമെങ്കിൽ എന്താണ്, the name and goods and service tax identification number, GST identification number or unique identity number of the applicant is mentioned in the tax invoice. ടാക്സ് ഇൻവോയ്സിൽ ഒന്നെങ്കിൽ സർവീസ് ടാക്സ് ഐഡന്റിഫിക്കേഷൻ നമ്പർ അല്ലെങ്കിൽ യുണീക് ഐഡന്റിറ്റി നമ്പറോ മെൻഷൻ ചെയ്തിരിക്കണം. Then C, such other restrictions or conditions as may be specified in the notifications are satisfied. ഇപ്പം കാലാകാലങ്ങളിൽ നോട്ടിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്ന മറ്റെല്ലാ കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ റീഫണ്ടിന് എലിജിബിലിറ്റി ഉണ്ടാകുന്നുള്ളൂ. Where an express provision in a treaty or other international agreement to which President or Government of India is a party is inconsistent with the provisions of this charter, such treaty or international agreement shall prevail. ഇനി എന്തെങ്കിലും ഒരു ഇന്റർനാഷണൽ എഗ്രിമെന്റോ ട്രീറ്റിയോ ഉണ്ടെങ്കിൽ GST നിയമത്തിനേക്കാളും സുപ്പീരിയോറിറ്റി വരുന്നത് ആ ഇന്റർനാഷണൽ ട്രീറ്റിയോ അല്ലെങ്കിൽ എഗ്രിമെന്റോ ആയിരിക്കും നിലനിൽക്കുന്നത്. അവിടെ GSTയുടെ പ്രൊവിഷൻസിന് പ്രസക്തി ഇല്ലാതെയാകും. Next,
റൂൾസ് റിലേറ്റിംഗ് ടു റീഫണ്ട് ഓഫ് IGST പെയ്ഡ് ഓൺ ഗുഡ്സ് എക്സ്പോർട്ട്. എക്സ്പോർട്ട് ചെയ്യുന്ന ഗുഡ്സിൻ്റെ മേൽ പേ ചെയ്തിരിക്കുന്ന IGST അതിൻ്റെ റീഫണ്ടുമായിട്ടുള്ള റൂൾസാണ്. As per Rule 96 of the CGST Rules 2017, dealing with refund of IGST paid on goods export out of India. Rule 96 പറഞ്ഞിരിക്കുന്നത്. Rule 96 എന്താണ്? IGST paid on export of goodsന്റെ റീഫണ്ടുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്. Paid on goods export out of India. The shipping bill filed by an exporter shall be deemed to be an application for refund of integrated tax paid on the goods exported out of India. അപ്പം എക്സ്പോർട്ട് ചെയ്യുന്ന ഗുഡ്സിൻ്റെ മേൽ എന്താണ്? ആ എക്സ്പോർട്ട് ചെയ്യുന്ന വ്യക്തി ഷിപ്പിംഗ് ബില്ല് ഹാജരാക്കി കഴിഞ്ഞാൽ that shipping bill of the exporter shall be deemed to be an application. എക്സ്പോർട്ടർ ഹാജരാക്കുന്ന ഷിപ്പിംഗ് ബില്ല് റീഫണ്ടിന് വേണ്ടിയുള്ള ഒരു ആപ്ലിക്കേഷൻ ആയിട്ട് കണക്കാക്കും. That should be considered as an application for the refund of IGST paid on the goods export out of India. Once both the export general manifest, that is EGM, and valid return in form GST3 or form GST return 3B, as the case may be, has been filed. Thus, once the shipping bill and EGM is filed and a valid return is filed, the application for refund shall be considered to have been filed and refund shall be processed. ഒരു സെപ്പറേറ്റ് ആപ്ലിക്കേഷൻ കൊടുക്കേണ്ട കാര്യമില്ലെന്നാണ് പറയുന്നത്. ഈ എക്സ്പോർട്ടിൻ്റെ മേൽ പേ ചെയ്തിരിക്കുന്ന IGST ആണെങ്കിൽ ഷിപ്പിംഗ് ബില്ലും റിട്ടേൺസും ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ GST റിട്ടേൺ ഫോം 3യും അതുപോലെ GST റിട്ടേൺ 3Bയും ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ അത് റീഫണ്ട് ആപ്ലിക്കേഷനായിട്ട് കണക്കാക്കുകയും റീഫണ്ട് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുകയും ചെയ്യണം. നെക്സ്റ്റ് ഈസ് ഇൻവേർട്ടഡ് ഡ്യൂട്ടി സ്ട്രക്ചർ, IDS. The GST Act does not define anything like inverted duty structure. The term inverted duty structure refers to a situation. ഒരു പ്രത്യേക സാഹചര്യമാണ്. The term inverted tax structure, duty structure or tax structure refers to a situation where the rate of tax on inputs purchased, that is GST rate paid on input received, is more than the rate of tax, that is GST rate payable on outward supplies. ഇൻവേർഡ് സപ്ലൈസിൻ്റെ മേലുള്ള GST റേറ്റ് ഔട്ട്വേർഡ് സപ്ലൈയുടെ മേലുള്ള GST റേറ്റിനേക്കാളും കൂടുതലാണെങ്കിൽ such a situation is known as inverted duty structure or inverted tax structure. നമ്മളിതിനൊരു എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ കൃഷ്ണ ലിമിറ്റഡ് ഒരു കമ്പനി, കൃഷ്ണ ലിമിറ്റഡ് is a company which is manufacturing inverter. ഒരു ഇൻവെർട്ടർ മാനുഫാക്ചറിങ് കമ്പനിയാണ് കൃഷ്ണ ലിമിറ്റഡ്. ഇൻവെർട്ടർ മാനുഫാക്ചറിങ് കമ്പനി ഇവർ ഇൻവെർട്ടർ മാനുഫാക്ചർ ചെയ്യാനുള്ള ഇതിൻ്റെ കമ്പോണൻസ് അല്ലെങ്കിൽ പാർട്സ് റോ മെറ്റീരിയൽസ് വാങ്ങിയപ്പോൾ 18% ടാക്സ് ആണ് പേ ചെയ്യുന്നത്. 18% GST they are paid on the raw material purchase. Then ഇവർ ഫൈനൽ പ്രോഡക്റ്റ് കൊടുത്തു കഴിഞ്ഞപ്പോൾ എന്താണ് ഇവിടെ ഫൈനൽ പ്രോഡക്റ്റ് ഇൻവെർട്ടർ, ഇൻവെർട്ടറിൻ്റെ മേലുള്ള GST റേറ്റ് ഈസ് ഓൺലി 12%. അപ്പം GST റേറ്റ് കുറഞ്ഞു. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു 1,00,000 രൂപയുടെ 18% നമ്മൾ സപ്പോസ് ചെയ്യുകയാണ്. 18% വെച്ച് ടാക്സ് വന്നിരിക്കുന്ന ഒരു 1,00,000 രൂപയാണ് ഒരു വാങ്ങിയ റോ മെറ്റീരിയൽസിൻ്റെ മേൽ. ഇനി ഇത് 12% കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇൻവെർട്ടർ വിറ്റ് കഴിയുമ്പോൾ എത്ര വരും? 65,000 രൂപയെ ടാക്സ് വരുന്നുള്ളൂ. അതുകൊണ്ട് ഒരു 18% ഇൻപുട്ട് ടാക്സ് വന്നിരിക്കുന്നത്, 12% ഔട്ട്പുട്ട് ടാക്സ് വരുന്നുള്ളൂ മാനുഫാക്ചർ ചെയ്ത് കഴിയുമ്പോൾ. ഇങ്ങനെ ഒരു സിറ്റുവേഷൻ എന്താ പറയുന്നത്? ഈ ഒരു സിറ്റുവേഷനാണ് നമ്മൾ പറയുന്നത് എന്താ ഇൻവേർട്ടഡ് ടാക്സ് സ്ട്രക്ചർ. ഇൻ ദിസ് സിറ്റുവേഷൻ കൃഷ്ണ ലിമിറ്റഡ് ഈസ് പേയിങ് മോർ GST ഓൺ ഇൻപുട്സ്. ഇവിടെ എന്താ കൃഷ്ണ ലിമിറ്റഡ് അവിടെ ഇൻപുട്ടിന്റെ മേലാണ് കൂടുതൽ GST പേ ചെയ്യുന്നത്. യൂസ് ദെൻ ദി മാനുഫാക്ചർഡ് ഔട്ട്പുട്ട്, അവിടെ ഇൻപുട്ടിന്റെ മേൽ 18% GST പേ ചെയ്യുന്നു. അവിടെ മാനുഫാക്ചർഡ് ഗുഡ്സ് അല്ലെങ്കിൽ അവിടെ ഔട്ട്പുട്ടായി ഇൻവെർട്ടറിന്റെ മേൽ വരുന്ന എത്രയുണ്ട്? 12% GST ഉള്ളൂ. സോ ദിസ് സിറ്റുവേഷൻ ഈസ് കോൾഡ് ഇൻവെർട്ടഡ് ഡ്യൂട്ടി സ്ട്രക്ചർ ഓഫ് GST. ഈ ഒരു പ്രത്യേക സാഹചര്യമാണ് എന്താ പറയുന്നത്? ഇൻപുട്ടിന്റെ മേലുള്ള ടാക്സ് ഔട്ട്പുട്ടിന്റെ മേലുള്ള ടാക്സിനേക്കാൾ കുറവാണെങ്കിൽ ഈ ഒരു സിറ്റുവേഷനാണ് നമ്മൾ എന്ത് പറയുന്നത്?
inverted duty structure or inverted tax structure. Here we conclude our discussion and we will meet again. Thank you.